ഒരു സംഘടനയുടെയും കാവലില്ലാതെ ഏത് പാതിരാത്രിയിലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കണം. അതാണ് ശരിക്കുള്ള വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത്. അതിനാണ് പ്രവർത്തിക്കേണ്ടത്. അത് ഈ കഴിഞ്ഞ് ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തെക്കുറിച്ച് ആഷ്മി ഇന്നും നമ്മുടെ ഇളമരം കരീം എന്തോ പറഞ്ഞു, ഈ മീഡിയ അറ്റൻഷൻ കിട്ടിയോണ്ടാണ്. എന്തിനാണ് ഇളമരം നമുക്ക് അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നത് ഇളമരത്തിന് എന്തോ ഒരു മിസ്കാൽക്കുലേഷൻ. ഉപയോഗിക്കുന്ന ഭാഷയും പ്രശ്നമാണ്. വിമർശിക്കാമല്ലോ നമ്മൾ സമരത്തേക്ക്, പക്ഷെ അതിന് ഉപയോഗിക്കുന്ന ഭാഷ ശരിയാണ് എന്ന് മാത്രമല്ല ഏതോ ഒരു ഈർക്കിൽ പാർട്ടിയാണെന്ന് പാട്ടപ്പിരിവ് നടത്തുന്നത് പറഞ്ഞു. ഇപ്പൊ ഇന്ന് പറഞ്ഞ ഈർക്കിൽ പാർട്ടിയാണ്. അങ്ങേറ്റം ആക്ഷേപമാണ്. പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ എന്നാണ് ഇളമരം കരീമിനെ പോലുള്ള നേതാക്കൾക്ക് ഒരു മോശം. പക്ഷേ അതിനകത്ത് ഒരു രാഷ്ട്രീയം കലർത്തി നിന്നു. കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സമരം എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ശശി തരൂർ അങ്ങോട്ട് നീങ്ങുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അപകടമുണ്ട്. അപ്പോൾ ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ നടപടിയുമായി പോലീസാണ് മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ഉദ്ഘാടകൻ ജോസഫ് സി മാത്യു, KG താര തുടങ്ങിയവരോട് 48 മണിക്കൂറിനകം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ആ വാർത്തയുടെ വിവരങ്ങളുമായി SKN സലിം മാലിക് ചേരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇളമരം കരീം ഇന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ പറഞ്ഞാണെന്ന് വരരുത്. അതുകൊണ്ട് നമുക്ക് ഓവർ ടു ഇളമരം കരീം. ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. എല്ലാ ദിവസവും വാർത്ത വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പം ഇത്തരം ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് ഇവർ പോകുന്നത് ഒരു ശരിയായ രീതിയല്ല. പറഞ്ഞത് ആദ്യം പറഞ്ഞു പാട്ടപ്പിരിവായിരുന്നു പറഞ്ഞു, ഈർക്കിൽ പാർട്ടി എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലേ മാത്രമല്ല എനിക്കൊന്ന് ഈ ആശാ വർക്കേഴ്സാണ് സമരം ചെയ്യുന്നത് എന്നുകൊണ്ട് ഈ പുരുഷന്മാരായ നേതാക്കന്മാർ പറയുമ്പോൾ ഒരു ചെറിയ കൺട്രോൾ നല്ലത്. അതാണ് നഷ്ടം. അല്ലെങ്കിൽ ഈ ജനകീയ സമരങ്ങള്, പ്രക്ഷോഭങ്ങള്, അതിനെയൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിനൊരു മാന്യമായ വളരെ സീനിയർ ട്രേഡ് യൂണിയൻ നേതാവാണ്, പിന്നെ ദേശീയ സെക്രട്ടറി. അപ്പൊ അദ്ദേഹം കൂടുതൽ പറഞ്ഞ വഴി വെച്ച് അങ്ങനെ സലീം. അപ്പോൾ ഈ സലീം ആദ്യഘട്ടത്തിൽ ഇളമരം കരീമിനെ പോലെയുള്ള പ്രസ്താവന, അത് കഴിഞ്ഞ് ആരോഗ്യ വകുപ്പിന്റെ സർക്കുലർ തന്നെ ഇറങ്ങി ജോലിക്ക് കയറണം. തൊട്ടു പിന്നാലെ പോലീസ് ഇറങ്ങുവാണ് നോട്ടീസൊക്കെ ആയിട്ട്. SKN ഹാഷ്മി വിജയകുമാർ. അതെ, അതായത് ഒരു അല്പസമയം മുൻപ് ഇവർക്ക് ഒരു നോട്ടീസുമായി ഇവിടെ നിന്ന് കന്റോൺമെന്റ് പോലീസ് ഒരു നോട്ടീസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നോട്ടീസ്. അല്പസമയം മുൻപ് മാത്രമാണ് ഇവർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ നടത്തിയ മഹാസംഗമത്തിന് പിന്നാലെയാണ് അതിൽ പോലീസ് ഒരു കേസെടുത്ത് ആ കേസിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളതാണ്. കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകും. അതിനുശേഷം കുറേ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ഇനി ഒരു കുറ്റകൃത്യത്തിലും ഉൾപ്പെടാൻ പാടില്ല, ഒരു കേസുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ പാടില്ല തുടങ്ങി കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ താങ്കൾ ക്രിമിനൽ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന ഈ നോട്ടീസ്. അങ്ങനെ 14 പേർക്ക്, KG താരയും ജോസഫ് സി മാത്യുവും അടക്കമുള്ള ഇവിടെ അന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തവർ, ഒപ്പം സമര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ കേസാണെന്ന് തോന്നുന്നു. പിന്നീട് ഒരു കോടതി ലക്ഷ്യത്തിൻ്റെ മറ്റൊരു ഇതുണ്ട്, ഒരു വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട്. ഭയന്നിട്ടുണ്ടോ? എന്തിനു ഭയക്കണം? കാരണം ഇത് ന്യായമായൊരു സമരത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഈ കേസുകളെല്ലാം വ്യാജ കേസുകളാണെന്നറിയാം. കാരണം ഇവിടെ ഒരു തരത്തിലുള്ളൊരു കലാപ പരിശ്രമത്തിനോ ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതിലും ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായി പാട്ടുപാടിയിരുന്നുകൊണ്ട് ആവശ്യങ്ങൾ, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അതൊരിക്കലും മറ്റൊരു തരത്തിലേക്കൊരു ക്രിമിനൽ നടപടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ വെറുതെ ഒരു കേസെടുത്ത് ഭയപ്പെടുത്തുകയാണ്. ഇത് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്നതിന് സമാനമാണത്. കേസെടുത്ത് മാത്രമല്ല ഭയപ്പെടുത്തുന്നത്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊരു ഉത്തരവ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ആശാ വർക്കർമാർക്ക് മറ്റാർക്കെങ്കിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ആശങ്കയില്ല. കാരണം കൂലിയില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ കൂലിയില്ല, പിന്നെ പിരിച്ചുവിടാൻ എന്ത് ആശങ്കയാണ്? പിന്നെ ഈ കൂലിയില്ലാത്ത പണിക്ക് ഒരാളും ഇനി പോകുകയില്ല. പുതുതായിട്ട് ആരെങ്കിലും എടുക്കുക വെച്ചാൽ അങ്ങനെ ആരും പോവില്ല. പോയാൽ തന്നെ ആരെങ്കിലും ഒരു വാദത്തിന് വേണ്ടി തയ്യാറായി തന്നെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ളൊരു ജോലിയാണ്. അത് കൃത്യമായ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് പോകാൻ പറ്റില്ല. നാട്ടുകാർ ചെന്നാൽ കയറ്റുകയില്ല. സമരം തുടർന്ന് നിങ്ങൾ നിയമസഭാ മാർച്ച് ഉൾപ്പെടെ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഞങ്ങൾ 3-ാം തീയതി നിയമസഭ തുടങ്ങുന്ന ദിവസം വലിയൊരു മാർച്ചാണ്. അന്നേ ദിവസം നമ്മളെ പിന്തുണച്ച മുഴുവൻ ആളുകളും കൂടി പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
എസ് കെ അങ്ങനെയാണ്. അതായത് ഈ സമരം കൂടുതൽ ശക്തി ആർജിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ലഭിച്ചതുകൊണ്ട് മാത്രം ഈ സമരം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. ഈ മാസം 3-ാം തീയതി നിയമസഭ തുടങ്ങുമ്പോൾ അവർ നിയമസഭാ മാർച്ചിന് പദ്ധതിയിടുന്നുണ്ട്. അതേ ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി കോൺഗ്രസും ആശാവർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ച് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഡോക്ടർ ശശി തരൂർ ഇവിടേക്ക് ആശാവർക്കർമാർക്ക് പിന്തുണയുമായി എത്തും എന്നും അറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ, ഭീഷണിപ്പെടുത്തലുകൾ, അതിനൊന്നും ഇവർ ഈ സ്ത്രീകൾ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN ഹാഷ്മി, വിജയകുമാർ. താങ്ക് യു.